ദേവു, നീ ഈ സമയത്ത് തനിച്ചിങ്ങോട്ട് വന്നത് നിന്റെ അച്ഛൻ കടുവയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ദേവു. എന്താ സാറോ? സാറെന്താ ഇവിടെ? നീ എന്താ വിചാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സാറ് വിചാരിച്ചിരിക്കുന്ന പോലെ ഞാൻ വിചാരിച്ചു. ഞാൻ എന്താ വിചാരിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാം? താഴത്ത് ഭയങ്കര ചൂടും കാറ്റുള്ളാനാ മുകളിലേക്ക് വന്നത്. AC വർക്ക് ചെയ്യുന്നില്ല സാർ. സാറെന്തിനാ ബുദ്ധിമുട്ടുന്നത്? സാറ് കട്ടിലേക്ക് കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം. വേണ്ട, നിങ്ങളെല്ലാം പരിഷ്കാരികളല്ലേ, നിങ്ങക്ക് തറ ശരിയാവില്ല. നമ്മളെ പോലെ നാട്ടിൻ പുറത്ത് ഇറക്കി ഇതൊക്കെ ചേരൂ. താ മോളിൽ കിടന്നു. ഓക്കെ, കിടന്നു. സാർ, എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചതിന് താങ്ക്സ്. നിന്നെ ഇവിടെ താമസിപ്പിച്ച് നിന്റെ കട്ടയം പടവും മടക്കാൻ വേണ്ടിയാ. സാർ 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 ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. സാർ 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 മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം എന്ത്? വെടിവെക്കരുത്. ഡോണ്ട് മൂവ്. ഒരു ഇഞ്ച് അനങ്ങിയാൽ നിന്നെ ഞാൻ എൻകൗണ്ടർ ചെയ്യും. സാർ, ഞാൻ കള്ളനല്ല, ഹരീഷ. ഇത് കമ്മീഷണർ വീടാടാ. അകത്തുള്ള കള്ളന് പുറത്തു പോകാനാവില്ല, പുറത്തുള്ള കള്ളന് അകത്ത് വരാനാവില്ല. സാർ, എന്നെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ഉറങ്ങിയതിന് ശേഷം പുറത്തു പോയി നീ ആരെ കാണാൻ ഉദ്ദേശിച്ചത്? ബാത്റൂമിൽ പോകാനായിരുന്നു സാർ. ഒന്നിന് റൂമില്ല. ഇതാ പോലീസ് ബുദ്ധി. എന്റെ അടുത്ത് നിന്റെ അടവൊന്നും നടക്കില്ല. നീ പോയിട്ട് വാ. അവിടെ ടവലും സോപ്പും ഒക്കെ ഇരിപ്പുണ്ട്. അല്ല, എന്റെ കാലിൽ എന്തിനാ കെട്ടിയിരിക്കുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ കുടുംബത്തിലൊരു പാരമ്പര്യ. ഒരു 100-120 വർഷം മുമ്പ് പാലക്കാട് നിന്ന് ഒരാൾ ഇവിടെ വീട്ടിൽ വിരുന്ന് വന്ന് താമസിച്ചു. ഇതേപോലെ തന്നെ രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി അയാള് എഴുന്നേറ്റ് പോയപ്പോ കാല് വഴുതി പൊട്ടക്കണ്ടിലേക്ക് വീണു, ചത്തുപോയി. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ ആര് വിരുന്നിന് വന്നാലും ശരി, ഇതേപോലെ ഒരറ്റ എന്റെ കാലിലേക്ക് അങ്ങ് കെട്ടും, മറ്റേ അറ്റം വിരുന്നുകാരന്റെ കാലിലും കെട്ടും. എന്നിട്ട് ഉറങ്ങും. രാവിലെ കാപ്പി കുടിക്കാൻ നേരത്തെ അത് അഴിക്കും. ഓ,